2 ദിവസം മുമ്പ് ഫേസ്ബുക്കിന്റെ കുറെ ഉദ്യോഗസ്ഥർ ഇന്ത്യയിലേക്ക് വരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരാണ് അവര്. അശ്വനി വൈഷ്ണവ് നമ്മുടെ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. നിരാശയോടെ തിരികെ പോകുന്ന ദൃശ്യങ്ങൾ പിന്നെ നമ്മൾ കാണുന്നു. മാധ്യമങ്ങൾ ആവർത്തിച്ച് അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ആ വീഡിയോ നീക്കം ചെയ്യാൻ കാരണം, എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത തേടിയത് തുടങ്ങിയ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. നിരാശയോടെയുള്ള പ്രതികരണമായിരുന്നു കണ്ടത്. എന്തായിരിക്കാം അശ്വിനി വൈഷ്ണവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അവിടെ നടന്നത്? എന്തായിരിക്കാം ഇന്ത്യ ഫേസ്ബുക്കിനോട്, മെറ്റയോട് വ്യക്തമാക്കിയത്? ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതിന്റെ എല്ലാം ഉടമസ്ഥരാണ് മെറ്റ. ലോകത്തെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ 6ാം സ്ഥാനത്താണ് സക്കർബർഗ്. ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പന്നമായ രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മുതലാളിയോട്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ മുതലാളിയോട് ഇന്ത്യ പറഞ്ഞത്, ഇന്ത്യയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ നിയമം കൊണ്ട് വരരുത്, ഇന്ത്യയുടെ നിയമങ്ങൾ പാലിച്ച് പ്രവർത്തിക്കണം. അമേരിക്കയിലെ നിയമങ്ങൾ നിങ്ങൾ അമേരിക്കയിൽ പാലിക്കുക, ഇന്ത്യയിൽ ആ നിയമങ്ങൾ ചിലവാകില്ല. ഇന്ത്യയിൽ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ മാത്രം പ്രവർത്തിക്കുക എന്നതാണ് മെറ്റയ്ക്ക് ഇന്ത്യ കൊടുത്ത താക്കീത്. ഇത് കേവലം മെറ്റയ്ക്ക് മാത്രമല്ല, മുഴുവൻ അമേരിക്കൻ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കുമുള്ള ഇന്ത്യയുടെ താക്കീതാണ്, മുന്നറിയിപ്പാണ്. എന്താണ് ഇതിന്റെ പ്രാധാന്യമെന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയോ വീഴ്ചകൾ സംഭവിക്കുകയോ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെയൊക്കെ നമുക്ക് സംസാരിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കളി മാറിയത് 2021-ലാണ്. ഈ ടെക് കമ്പനികളെല്ലാം തന്നെ അമേരിക്കൻ ആസ്ഥാനമായിട്ടാണല്ലോ മെജോറിറ്റി കമ്പനികളും പ്രവർത്തിക്കുന്നത്. അവരുടെ സെർവറുകൾ അവിടെയാണ്, അവരുടെ ഓഫീസുകൾ, ഹെഡ് ഓഫീസ് എല്ലാം അവിടെയാണ്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ ഏതെങ്കിലും ഫേസ്ബുക്കിന്റെ ഒരു ഓഫീസ് ഇന്ത്യയിൽ വേണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു ഓഫീസ് ഇന്ത്യയിൽ വേണമെന്ന് നിർബന്ധമില്ല. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ഇന്റർനെറ്റ് മാത്രം കിട്ടിയാൽ മതി നമുക്ക്. ഈ കമ്പനി എവിടെ പ്രവർത്തിക്കുന്നതാണെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് ഉപയോഗിക്കാം. പക്ഷേ അതിനൊരു അറുതി വരുന്നത് 2021 ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന IT നിയമ ഭേദഗതികളിലൂടെയാണ്. 2021 IT ചട്ടങ്ങൾ അനുസരിച്ച് വിദേശ സോഷ്യൽ മീഡിയ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ നിർബന്ധമായും ചില നിർണായക ചുമതലക്കാരായ ഉദ്യോഗസ്ഥരെ ഇന്ത്യയിൽ തന്നെ നിയമിക്കണമെന്ന് മോദി സർക്കാർ വ്യവസ്ഥ ചെയ്തു. കമ്പനി ഇന്ത്യൻ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അതായത് ചീഫ് കംപ്ലയൻസ് ഓഫീസർ നിർബന്ധമായും ഉണ്ടാവണം. ഉപഭോക്താക്കളുടെ പരാതികൾ സ്വീകരിക്കാനും അവ പരിഹരിക്കാനുമായി ഒരു പ്രാദേശിക പരാതി പരിഹാര ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അതായത് ഗ്രീവൻസ് ഓഫീസർ ഉണ്ടായിരിക്കണം. കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുമായും സർക്കാരുമായും 24/7 ബന്ധപ്പെടാൻ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വേണം. അതായത് നോഡൽ കോൺടാക്ട് പേഴ്സൺ ആവശ്യമാണ്. അടുത്തത്, സോഷ്യൽ മീഡിയ കമ്പനികളുടെ തീരുമാനങ്ങളിൽ തൃപ്തരല്ലാത്ത ഉപഭോക്താക്കൾക്ക് സർക്കാരിന്റെ അപ്പീൽ സമിതിയെ സമീപിക്കാൻ വ്യവസ്ഥ കൊണ്ടുവന്നു എന്നതാണ്. അതായത് പരാതി പരിഹാര അപ്പീൽ സമിതികൾ. ഈ നിയമങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ നിയമപ്രകാരം ലഭിച്ചിരുന്ന സേഫ് ഹാർബർ സംരക്ഷണം നഷ്ടപ്പെടുമെന്നും ഉപഭോക്താക്കൾ ഇടുന്ന പോസ്റ്റുകളുടെ പേരിൽ കമ്പനിക്കെതിരെ നേരിട്ട് കേസ് എടുക്കാമെന്നും സർക്കാർ കർശനമായ നിലപാടെടുക്കുകയും നിയമങ്ങൾ കൊണ്ടത് സെക്യൂർ ചെയ്യുകയും ചെയ്തു. തുടക്കത്തിൽ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ കമ്പനികൾ ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും കോടിക്കണക്കിന് ഉപഭോക്താക്കളുള്ള ഇന്ത്യൻ വിപണി ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി ഇന്ത്യയിൽ ഓഫീസുകളും ഉദ്യോഗസ്ഥരെയും നിയമിക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്തത്. ലോകത്ത് വളരെ വിരളിലുണ്ടാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് നിയമം മൂലം ഇത്തരം നീക്കങ്ങളിലൂടെ സോഷ്യൽ മീഡിയ മുതലാളിമാരെ പിടിച്ചു കെട്ടിയിട്ടുള്ളത്. ഒന്ന് യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയൻ ഡിജിറ്റൽ സർവീസ് ആക്ടും അതുപോലെ ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷനും കൊണ്ടുവന്നിട്ട് ഫേസ്ബുക്ക് അടക്കമുള്ള അമേരിക്കൻ കമ്പനികൾക്ക് യൂറോപ്പിൽ കൂച്ചുവിലം കിട്ടു. അതുപോലെ തുർക്കി, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങളും ഇന്ത്യയുടെ മാതൃകയിൽ തന്നെ സമാനമായ നിയമങ്ങൾ, ഏതാണ്ട് സാദൃശ്യമുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശും അടക്കമുള്ള ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇതൊന്നും സാധ്യമല്ല. കാരണം ഈ രാജ്യങ്ങളൊന്നും പറഞ്ഞാൽ ഫേസ്ബുക്കോ ട്വിറ്ററോ അനുസരിക്കില്ല എന്നതാണ് സത്യം. കാരണം ഫേസ്ബുക്കിന്റെയും ട്വിറ്ററിന്റെയും താല്പര്യങ്ങൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ അമേരിക്കയിലെ സമ്പന്നരുടെയും സമ്പന്ന കമ്പനികളുടെയും താല്പര്യങ്ങൾക്കെതിരായിട്ട്
അമേരിക്കൻ ഭരണകൂടമോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റോ ഒരു നിലപാടും എടുക്കാൻ പോകുന്നില്ല. ഇപ്പൊ ബംഗ്ലാദേശോ പാകിസ്ഥാനോ ഇന്ത്യ കൊണ്ടുവന്നതുപോലത്തെ നിയമം കൊണ്ടുവരാൻ നോക്കിയാൽ ഫേസ്ബുക്ക് പറയും പോയി പണി നോക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന്. അപ്പോൾ ഉടനെ പാകിസ്ഥാൻ പറയും ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഫേസ്ബുക്കിനെ നിരോധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ട്രംപ് അവിടെ ഇരുന്നു കൊണ്ടൊന്ന് കണ്ണങ്ങ് ഉരുട്ടും. അപ്പോൾ തന്നെ ആ തീരുമാനം പിൻവലിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്ത്യ ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല. അതായത് ഒരു നിയമങ്ങൾക്കും ബാധകമല്ലാതെ നിന്നിരുന്ന ഒരു സംവിധാനത്തെ ഇന്ത്യയില് നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്നു എന്നതാണ് ഇന്ത്യ ആദ്യം ചെയ്തത്. ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ നീക്കം ചെയ്യുക മാത്രമല്ല മെറ്റ ചെയ്തത്, അതോടൊപ്പം തന്നെ പൈസ വാങ്ങിക്കൊണ്ട് പ്രൊമോഷൻസ് ആയിട്ട് ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ, ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ ഒക്കെ തന്നെ തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ നടന്നു എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് മെറ്റ മാപ്പ് പറയാൻ തയ്യാറായത്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അടക്കമുണ്ടായ വ്യാജ പ്രചാരണങ്ങൾ, ഡീപ് ഫേക്കുകൾ, നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ എന്നിവയ്ക്ക് ഖേദം പ്രകടിപ്പിക്കുകയല്ലാതെ മറ്റൊരു വഴിയും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. മെറ്റയുടെ ഗ്ലോബൽ അഫയേഴ്സ് മേധാവി ജോയൽ കപ്ലാനും സംഘവും IT മന്ത്രാലയവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് ഇന്ത്യ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ നിയമം പാലിച്ചാൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. നിങ്ങൾ അമേരിക്കൻ കമ്പനി ആണെങ്കിലും റഷ്യൻ കമ്പനി ആണെങ്കിലും ഇനി ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനി ആണെങ്കിലും അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. അതായത് ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ കമ്പനിക്ക് സ്വന്തം നയങ്ങളും വിദേശ നിയമങ്ങളുമല്ല, മറിച്ച് ഇന്ത്യയുടെ IT നിയമങ്ങളും വ്യവസ്ഥകളും പൂർണ്ണമായും പാലിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരും പാർലമെന്ററി സമിതിയും കർശന മുന്നറിയിപ്പ് നൽകിയത്. ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിക്കുന്ന നിയന്ത്രണ പരിരക്ഷ പൂർണ്ണമായിട്ടും എടുത്തു കളയുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയുടെ ഒരു താക്കീതും കൂടെ ഇവിടെ ഉണ്ട്. വാട്സപ്പിലെ യൂസർമാരുടെ സ്വകാര്യ വിവരങ്ങൾ പരസ്യങ്ങൾക്കായി പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ ഇന്ത്യൻ ഭരണഘടനയും പൗരന്മാരുടെ സ്വകാര്യവും സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ മെറ്റയ്ക്ക് ഇന്ത്യ വിട്ടുപോകാം എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരസ്യമായിട്ടാണ് മുന്നറിയിപ്പ് കൊടുത്തത്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ശക്തമായ നടപടിക്കാണ് മെറ്റ ഇപ്പോൾ വിധേയമായിരിക്കുന്നത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വിദേശ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും അമേരിക്കയിലെ നിയമങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കോർപ്പറേറ്റ് നയങ്ങളോ അല്ല, ഇന്ത്യയുടെ നിയമം അനുസരിക്കണം. ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. എത്ര തൻ്റെ ഇടം വേണം ഇങ്ങനൊരു നിലപാടെടുക്കാനെന്ന് അറിയാമോ? ഇത് ഞാൻ വീഡിയോയിൽ പറയാൻ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ യൂണിയൻ ഒരു രാജ്യമല്ല, ഒരു വലിയ പവറാണ്, ഒരു ഗ്രൂപ്പാണ്. അവർക്ക് ശക്തമായിട്ടുള്ള നിലപാട് എടുക്കാൻ കഴിയും ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്കെതിരെ. എന്നിട്ടും വലിയ പ്രശ്നങ്ങൾ ഇലോൺ മസ്കുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തുർക്കിയുടെ കാര്യം പറഞ്ഞാൽ തുർക്കി നാറ്റോ മെമ്പറാണ്. മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ സപ്പോർട്ട് തുർക്കിക്ക് ഉണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ തുർക്കിയും ആ ചുവട് പിടിച്ച് മെറ്റ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നു. ബ്രസീൽ ഓൾറെഡി അമേരിക്കയുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്. സോ അതുകൊണ്ട് ബ്രസീലും കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ ചിന്തിക്കണം. നമുക്ക് മുൻകാലങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് ഇത്തരം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കാണ് പരിഗണന കൊടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മളൊരു കാര്യം ചോദിച്ചാൽ മറുപടി പറയില്ല, ഒരു അന്വേഷണത്തോട് സഹകരിക്കില്ല, അവർക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കാം എന്ന നിലയിൽ നിന്ന് ഇന്ത്യ വിളിച്ചെടുത്ത് വരും, ഇന്ത്യ പറയുന്നിടത്ത് നിൽക്കും എന്ന നിലയിലേക്ക് മാറുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. ഇത് അമേരിക്കയുടേതടക്കമുള്ള വിദേശ കമ്പനികൾക്ക് ഇന്ത്യയുടെ ശക്തമായ താക്കീതാണ്. ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടത്തെ നിയമം അനുസരിച്ചേ പറ്റൂ. അല്ലാതെ ഞങ്ങൾ അമേരിക്കൻ കമ്പനികളാണെന്നുള്ള ഹുങ്ക് ഇനി ഇന്ത്യയിൽ ചെലവാകില്ല എന്നതുകൂടിയാണ് ഇതോടെ തെളിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.